വാഹന വിപണിയിൽ വന്നത് മുതൽ, അതായത് ഗ്രാൻഡ് വിറ്റാരൊക്കൊപ്പം വാഹന വിപണിയിൽ വന്നത് മുതൽ വാഹന വിപണിയിൽ അത്യാവശ്യം നല്ല ഡിമാൻഡായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ബുക്കിംഗ് ടൈം എടുത്ത് ചിലവായിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് എന്ന് പറയുന്ന മോഡൽ. അതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സിഗ്മയാണ് നമ്മളുടെ കൂടെയുള്ളത്. ഇതിനെക്കുറിച്ച് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഇതിന് വില എന്ന് പറഞ്ഞാൽ 6,84,000 രൂപയാണ് ഏറ്റവും ബേസ് വേരിയൻറ്റിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. അവിടെ നിന്ന് അങ്ങോട്ട് വ്യത്യസ്തമായ പ്രൈസിലെ സാധനങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും വാല്യൂ ഫോർ മണി ഏതാണെന്നും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയാം, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് പ്രോഡക്റ്റ് ഏതാണെന്ന് പറയാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് തോന്നുന്നു. സോ ആദ്യം തന്നെ നമുക്ക് ഫ്രോങ്സ് ബേസ് വേരിയൻറ്റിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്തെ സാധാരണ ഫ്രോങ്സ് പോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും സംബന്ധിച്ചോളം ഒരു ഹാപ്പി ന്യൂസാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്രോം ഫിനിഷ്, സുസുക്കിൻ്റെ ഫ്രോങ്സിൻ്റെ ലോഗോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. ഗ്രില്ലിനകത്തുള്ള ഒരു പ്ലാസ്റ്റിക് യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. എന്നാലും വലിയ ഭാവുകങ്ങളൊന്നും വ്യത്യാസമില്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഫ്രണ്ട് നോക്കുന്ന സമയത്ത്. ഹെഡ്ലാമ്പിലേക്ക് വരാം. ഹാലജൻ ഹെഡ്ലാമ്പാണ് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആയിട്ട് കൊടുത്തേക്കണേ. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഹാലജൻ ലാമ്പിക് സിസ്റ്റത്തോടു കൂടിയാണ് വന്നേക്കുന്നത് എന്നുള്ളതാണ്. ഫ്രണ്ട് നമുക്ക് ആ ഒരു ക്ലാഡിങ്ങിൻ്റെ ഭാഗത്ത് സിൽവർ ടച്ചും കാര്യങ്ങളൊക്കെ കാണാം. എയർ ഡാം യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും ഫീൽ ചെയ്യാതെ ഇതിനെ മേക്കേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പെട്ടെന്ന് നോക്കിയ സമയത്ത് മനസ്സിലായത്. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. വിത്ത് വാഷർ യൂണിറ്റ് ആണ് കൊടുത്തേക്കണത്. അതിൻ്റെ കാര്യത്തിലൊന്നും കോംപ്രമൈസ് വരുത്തിയിട്ടില്ല എന്നുള്ളത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീല് 16 ഇഞ്ച് വീലാണ്. ബട്ട് ഇതൊരു സ്റ്റീൽ വീലാണ്, അലോയി ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഒരു കവർ ആഡ് ചെയ്തേക്കണ പോലെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അത് സ്റ്റീലിൻ്റെ തന്നെ കേട്ടോ, പ്ലാസ്റ്റിക് ഒന്നുമല്ല. നൈസ്. അതുപോലെ ഈ ഒരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. പ്ലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. അത് എൻറ്റയർലി ഫുൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആ ഒരു SUV ലുക്ക് കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്റർ ഇവിടെയാണ് കൊടുത്തേക്കണേ. ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് സൈഡ് വ്യൂ മിററിനകത്താണ് വരുന്നത്. അതിന് സൈഡ് വ്യൂ മിറർ ജസ്റ്റ് ഒരു ബേസിക് പ്ലാസ്റ്റിക് ആണ്, പിയാനോ ബ്ലാക്ക് ഒന്നുമല്ല, ഒരു ബേസിക് മിറർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ തന്നെയും ആ ഒരു പ്ലാസ്റ്റിക് യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിലത്തെ ക്ലാഡിങ്ങും പ്ലാസ്റ്റിക് ആണ്. വീല് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 16 ഇഞ്ചാണ്, സ്റ്റീൽ വീലാണ്. റിയർ പ്രൊഫൈലിലേക്ക് നോക്കുന്ന സമയത്തും നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഫീൽ ചെയ്യാതെ തന്നെ മേക്കേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലാമ്പ് ആ ഒരു 7 എഴുതിയ പോലെ അത് അവിടെ തന്നെ കൊടുത്തേക്കണം. എന്നാൽ ഇൻഡിക്കേറ്റർ ഈ താഴ്ഭാഗത്താണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഡീഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിയർ ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഴ പെയ്തിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ്, അതുകൊണ്ടാണ് ഈ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതിനവിടെ പരസ്പരം കണക്റ്റിംഗ് ലാമ്പ് പോലെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് കണക്റ്റിംഗ് ലാമ്പ് ഇല്ലാതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിഫ്ലക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി തുറന്നു കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ്, ബേസ് വേരിയൻ്റ് ആകുമ്പോൾ ബൂട്ട് സ്പേസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ ലാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതിൻ്റെ കാര്യത്തിലും ഓക്കെയാണ്. ഇവിടെ പിടിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ടോ? ഇതൊന്നും മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ബട്ടണും കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ തന്നെയും സെയിം തന്നെയാണ്. സെയിം ടൈൽ ഗേറ്റ്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് സ്ട്രട്ടും കാര്യങ്ങളൊക്കെ തന്നെയും കാണാം. അതും നമുക്കവിടെ കാണാം. ഇനി വാഹനത്തിൻ്റെ അകത്തേക്ക് വരുമ്പോഴേ ബേസ് വേരിയൻറ്റിൽ നമുക്ക് സെൻട്രൽ ലോക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ടോ. അത് കീനകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ നെക്സൻ്റെ ബ്ലാക്ക് ആ പാറ്റേൺ ഒന്നുമില്ല. കാരണം ഇഗ്നീഷനൊക്കെ കീട്ട് ഓപ്പൺ ചെയ്യുന്ന തരത്തിലാണ്. അതുപോലെ ഇവിടെ നമുക്ക് റിക്വസ്റ്റ് സെൻസറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പ്ലെയിനാണ്. പ്ലാസ്റ്റിക് ഡോർ ഹാൻഡിൽസ് ആട്ടോ. ഇവിടെ കീട്ട് തുറക്കുന്ന സിസ്റ്റം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് ഇൻറ്റീരിയർ. ഇൻറ്റീരിയറിൽ നമുക്ക് ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് കൊടുത്തേക്കണേ. ബട്ട് ടോപ്പ് വേരിയൻറ്റിനോടൊരു കണക്ഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു കളർ ടോണൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ ഡാഷ്ബോർഡിൻ്റെ കളർ ടോണൊക്കെയും സെയിം തന്നെയാണ്. അത് മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു കോപ്പർ കളറിൻ്റെ ആ ഒരു ഷെയ്ഡും ഒക്കെ തന്നെയും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡോർ സൈഡിലേക്ക് വരുമ്പോഴും കണ്ടാവും ഒരു പ്രീമിയം ഫീൽ ഉണ്ടല്ലോ. ശരിക്കും ഒരു നെക്സ പ്രീമിയം അത് നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് കയറിയിരിക്കുമ്പോൾ ഇവിടെ സാധനം കാണിച്ചു തരാം. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മാനുവലാണ്. റിക്ലൈൻ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ മൗണ്ടഡ് കൺട്രോൾസോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ബിക്കോസ് ബേസ് വേരിയൻ്റ് ആണ്. ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുഡ് അല്ലേ, ഒരു സ്പോർട്ടി ഫീലൊക്കെ ഉള്ള ഒരു ക്ലസ്റ്ററാണ്. അതിനകത്ത് സെൻട്രൽ കൺസോൾ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇവിടെ ഇഗ്നീഷ്യൻ ഇതെങ്ങനെയാണ്. ട്രാക്ഷൻ കൺട്രോളും ഓട്ടോ ഐഡിലൊക്കെ കൊടുത്തിട്ട് കേട്ടോ. വാവ്, നൈസ്. സെൻട്രലൊരു ക്ലസ്റ്റർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ചെറുതായിട്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ബേസ് വേരിയൻറ്റിനകത്തും ഉണ്ട് കേട്ടോ. പ്രീമിയം ഫീലുണ്ട്. ബേസ് വേരിയൻറ്റിൻ്റെ കുറച്ച് അപ്പർ ക്ലാസ് ഫീലാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല. പകരം ഒരു സ്റ്റീരിയോ പോർട്ടാണ് കൊടുത്തേക്കുന്നത്, സ്റ്റീരിയോ വെക്കാനുള്ള. എന്നാൽ വേണ്ടവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ വൃത്തിയായിട്ട് ചെറിയ ടാബൊക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലാണ് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും കുറച്ചും കൂടി വലിയ സ്ക്രീനിന് 7 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്തുള്ള. ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ. ഈ മെറ്റീരിയൽ കുറച്ചിങ്ങനെ തൊപ്പ പോരുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷെ എന്ന് കഴിഞ്ഞാൽ ഓക്കെ, പ്ലെയിൻ ഷെയ്ഡ്സ് ആണ്. മിറർ കാര്യങ്ങളൊന്നുമില്ല. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇത് മാനുവൽ ട്രാൻസ്മിഷനകത്ത് മാത്രമേ അവൈലബിൾ ഉള്ളൂ, ഓട്ടോമാറ്റിക്കലില്ല.
അവിടെ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ കാണാം, ഹാൻഡ് ബ്രേക്ക്. പിന്നെ ഇവിടെ ഒരു പ്ലഗ് കുത്താനുള്ള നമ്മളെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് മാത്രം. സി ടൈപ്പ്, എ ടൈപ്പ്, ബി ടൈപ്പ് പരിപാടികളൊന്നും തന്നെ ഇല്ല. നൈസ്. ബാക്കിലത്തെ സ്പേസും അത്യാവശ്യം കംഫർട്ടബിളാണ്. അസ്യൂനോ അതിലൊന്നും വലിയ വ്യത്യാസം വന്നില്ല. പക്ഷേ നമുക്കവിടെ റിയർ AC വെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെയും 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റും ഒരു സ്റ്റോറേജ് സ്പേസും മാത്രമാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഫ്രോങ്സിൻ്റെ ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ് വണ്ടി. ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെ ആവശ്യത്തിനുണ്ട്. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയാം. 1197 cc പെട്രോൾ എഞ്ചിനാണ്. പെട്രോളിനകത്ത് മാത്രമാണ് ഫ്രോങ്സ് ഉള്ളത്. ഇത് മാനുവലിൽ മാത്രമേ ഉള്ളൂ ബേസ്. അതുകൊണ്ട് തന്നെ 21.9 22 km/ലിറ്റർ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി ഈ വണ്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനകത്ത് 6 എയർ ബാഗുകളുണ്ട്. ഡീലർഷിപ്പിൽ ചോദിച്ചാൽ 2 എയർ ബാഗ് ഉള്ളതും കിട്ടും. പിന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം 6 എയർ ബാഗ് വന്നിട്ടുണ്ട്. അപ്പോൾ 6 എയർ ബാഗിൻ്റെ പ്രൈസാണ് 6,54,000. 6,82,000 81,000 അങ്ങനെ എന്തോ ആണ് 2 എയർ ബാഗുള്ള വേരിയൻറ്റിൻ്റെ. 6 എയർ ബാഗ് എടുക്കാം, അതാണ് കുറച്ചുകൂടി സേഫസ്റ്റ് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് വേരിയൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടി പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഇതിനകത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടും സ്റ്റീരിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഇതിനകത്ത് സ്പീക്കേഴ്സും ഇല്ല കേട്ടോ. ഇനി ഏറ്റവും ടോപ്പ് സെല്ലിംഗ് കേക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെൽറ്റ പ്ലസ് ആണ്. ഏറെക്കുറെ 8,04,000 രൂപയോടാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതിനകത്ത് 16 ഇഞ്ച് അലോയ് വീല് വരുന്നുണ്ട്, സ്റ്റീൽ വീലല്ല. 7 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്, 4 സ്പീക്കർ വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ മാറ്റങ്ങൾ അതിനകത്ത് വരും. പിന്നെ അതുപോലെ ഓട്ടോ LED ഹെഡ് ലാമ്പ് യൂണിറ്റും LED ലാമ്പ് സിസ്റ്റവും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് നിലവിലെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് എന്ന് വിശേഷിപ്പിക്കുന്ന മോഡൽ എന്നുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം. സോ ഇതാണ് ഫ്രോങ്സ് ബേസ് വേരിയൻറ്റ്. ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വെന്റിലേഷൻ, അതുപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അങ്ങനെ കുറേ കാര്യങ്ങൾ മിസ്സിംഗ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും ടോപ്പ് ഉണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോങ്സ് നജീബ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രോങ്സ് മലയാളം നജീബ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഓൾ അബൌട്ട് ഫ്രോങ്സ് ബേസ് വേരിയൻ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു